ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിഷയം വേറൊന്നുമില്ല, നമ്മളെ രേണു സുധിയെ കുറിച്ചാണ്. അതായത് കൊല്ലം സുധിയുടെ മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയെ കുറിച്ച് ആണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം വേറൊന്നുമല്ല, ഈ 2025 താരം എനിക്ക് തോന്നുന്നു തരംഗമായി നിൽക്കുക തന്നെ ചെയ്യുന്നു. കാരണം രേണു സുധി എന്ന് പറയുന്ന സഹോദരി കുറെ നാളുകൾ ആയി പുള്ളിക്കാരിയെ കുറെ ആൾക്കാർ കയറി ചേർന്ന് സൈബർ ബുള്ളിങ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല കാര്യങ്ങളിൽ സൈബർ അറ്റാക്ക് തന്നെയാണ്. പല വീഡിയോസുകൾ കാണുമ്പോഴും പലവരും ഇടുന്ന ശരിക്കും ലൈവുകൾ, പിന്നെ അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടു. എല്ലാവരും നെഗറ്റീവ്സുകൾ ആണ് പുള്ളിക്കാരിയെ കുറിച്ച് ഇടുന്നതായിട്ട് കാണുന്നത്. കാരണം എന്തുകൊണ്ട് ഈ പുള്ളിക്കാരി ഇതിലേക്ക് ഒരു അഭിനയത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നത്, അവരുടെ ജീവിത മാർഗമാണ് ഒരു അഭിനയം എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെയൊക്കെ ഓരോരുത്തരും ഇങ്ങനെ കീറി മുറിച്ച് ഇതൊക്കെ ചെയ്യുന്നു. ഇതിനേക്കാളും എത്രയോ വൃത്തികെട്ട ഈ വലിയ വലിയ നടിമാരുകളൊക്കെ ചെയ്യുന്ന എന്ത് വൃത്തികെട്ടാണ് കാണിച്ച് വെക്കുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ എങ്ങും ചെന്ന് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിലാണ്. ഇത് കേസ് കൊടുക്കാനും ആരും കാണില്ല, ആരും ഇല്ലാന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. മൊത്തം ആൾക്കാർക്ക് അറിയാം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ഹേറ്റേഴ്സ് ആണ് ഓരോ വ്യക്തികളെയും ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. ആ സഹോദരി എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ജോലിയാണ് അത് ചെയ്യുന്നത്. ഒരു കലാരൂപം എടുക്കുമ്പോൾ അവരുടേതായ രീതിയിൽ ഓരോരുത്തർ സംവിധാനം ചെയ്ത് അവര് ഇന്നത് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. ഒരു കാര്യമുണ്ട്, ഒരു തുണിയില്ലാതെ നിൽപ്പില്ലല്ലോ, ഒരു തുണിയില്ലാതെ നിൽപ്പില്ലല്ലോ. അതിന്റെ അഭിനയമാണ്. ഇതേപോലെ നിങ്ങളൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ അഭിനയിക്കുകയും മമ്മൂട്ടിയ മോഹൻലാലും ഒക്കെ ഇതേപോലെയൊക്കെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേ നയൻതാരയൊക്കെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ സൂപ്പർ എന്നൊക്കെ പറയാം മറ്റുള്ളവർ. പിന്നെ ആ കുട്ടിയെ ബോഡി ഷെയിം ചെയ്യുക, ബോഡി ഷെയിം ചെയ്തിട്ട് ഉണങ്ങിയിരിക്കുന്നു, പിടിക്കാനൊന്നുമില്ല, എന്തൊരു പിടിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നു. ഒന്ന് ആലോചിക്കുക, ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള പരിഗണന നിങ്ങൾ കൊടുക്കുക. പിന്നെ ഈ ഇടയ്ക്ക് പിന്നെ ഈ കുറച്ച് 4-5 ദിവസം കണ്ടായുള്ളൂ ഒരു ലൈവ് കണ്ടയിട്ടു. ഈ രേണു ഒരു ലൈവ് ഇട്ടു. ആ രേണു ലൈവ് ഇട്ടതിന് പുള്ളിക്കാരിയെ അവിടെ വന്ന് നെഗറ്റീവ്സുകൾ പറയുന്നു. നെഗറ്റീവുകൾ പറയുന്നവരെ തെറികൾ എഴുതി വെക്കുമ്പോൾ അവര് അതുപോലെ പറയുക, അവര് അങ്ങോട്ട് പറയുന്നു. അതിനെന്താ കുഴപ്പം? അതിനെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുകയും പിന്നെ ഓരോരുത്തരെ എടുത്ത് ശരിക്കും പറഞ്ഞതൊക്കെ എടുത്ത് ഇതാക്കി വീഡിയോ ചെയ്യുമ്പോൾ അതെടുത്തൊക്കെ കാണിക്കുക. അവരുടെ അനുമതിയില്ലാതെയാണ് നിങ്ങൾ അതൊക്കെ കാണിക്കുന്നതും എടുക്കുന്നതും. പക്ഷേ അതൊക്കെ അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഉള്ളിൽ പോകും. അത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അനുമതി ഇല്ലാതെയാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു ഇത് കാണിക്കുന്നത് ഫുള്ള് കാണിക്കുക, ഫുള്ളിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതൊക്കെ ആരെയും കേസ് കൊടുത്ത് നിങ്ങളെല്ലാം പിന്നെ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. എന്തിനാ കാരണം നമ്മളെ കൊണ്ടൊരു 10 പൈസക്ക് ഉപകാരമില്ല, ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. വേറൊരാളിനെ അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നത്, അവരുടെ കണ്ടന്റ് കൊണ്ട് ജീവിക്കുന്നത് നിങ്ങളെയൊക്കെ പോലുള്ളവരെ. ശരിക്കും പറഞ്ഞ നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വെറും ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന വ്യക്തികള് ഈ ജീവിതത്തിൽ അവനൊക്കെ ഒരിക്കലും, അവനായാലും അവളായാലും ഒരിക്കലും ഗതി പിടിക്കാതെ പോകുന്ന സിറ്റുവേഷൻ വരും ഒരു കാലത്ത്. കാരണം നിങ്ങൾ ഇനി എന്തൊക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നാലും ഹേറ്റേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ അവരുടെ ജീവിതകാലം മൊത്തം ഇങ്ങനെയാണ്. അവർക്ക് പിന്നെ ഒരു സ്വൈരം എന്ന് പറയുന്നത് കിട്ടില്ല, ഉറക്കമെന്ന് പറയുന്നത് കാണില്ല. അവർക്ക് എപ്പോഴും ആരെയെങ്കിലും തെറികൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അവരെ തിരിച്ചു തെറി പറയുമെന്നുണ്ടെങ്കിൽ അത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിനെയൊക്കെ കൂട്ടു നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരാളിനെ ജീവിക്കാൻ വിടുക. നമ്മളെ സമൂഹത്തിൽ നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് സമൂഹത്തിൽ വിടുക. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ പണ്ട് മുതലേ നമുക്കറിയാന്നുള്ളതാണ്. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന അതിൽ വന്നിട്ട് ആ പുള്ളിക്കാരന്റെ കഥകൾ പറയുന്നതുണ്ടായിരുന്നു. ആദ്യ ഭാര്യ ഉണങ്ങിപ്പോവുകയും
ഒക്കെ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു പൊടി കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് പ്രോഗ്രാം നടത്താൻ പോകുന്ന ആ ശ്രുതി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അന്ന് മറ്റേ വണ്ടി കൂലി ഇല്ലാതെ എറണാകുളത്ത് പ്രോഗ്രാമിന് പോയതും ഒക്കെ വേറെ ഒരു ലോറിയിൽ കയറിപ്പോയ കഥകളൊക്കെ ശ്രുതി പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ആ ശ്രുതിയെ സഹായിക്കാൻ കഴിയാത്ത വലിയ ആരാധകര് എന്തുകൊണ്ട് ഇപ്പോൾ ശ്രുതി മരിച്ചപ്പോഴും ഇപ്പൊ ആ കുട്ടിയെ വളരെ വികൃതമായി നിങ്ങളൊക്കെ വലിച്ചു കയറും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പുള്ളിക്കാരൻ പറഞ്ഞതാണ്, എന്റെ അവസ്ഥകൾ പറഞ്ഞതാണ്. കാരണം ഈ കോവിഡ് വന്നപ്പോൾ കുറെ പൈസക്കാരൊക്കെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഈ സോഷ്യൽ മീഡിയ ആ ശ്രുതിയെ വലിച്ചു കീറിയ ആ ഒരു സന്ദർഭം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കഥകള് പിന്നാമ്പുറത്തുണ്ട്. ഇപ്പോഴും ഭയങ്കര ശ്രുതി ഫാൻ എന്ത് ശ്രുതി ഫാൻ ആണ്ട ഇത്രയും അതിനൊരു അന്ന് പറയുന്നു, എനിക്കൊരു വീട് പോലും ഇല്ല, വീട് വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ കോവിഡ് വന്ന് അതൊക്കെ അതിനൊക്കെ നഷ്ടപ്പെടുകയും വീട് വെക്കാൻ പറ്റാതെ വരികയും അതൊക്കെ ചെയ്ത ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഇപ്പൊ മരിച്ചതിന് ശേഷം ഒരു വീട് വെച്ചു കൊടുത്ത അത് ആ കുഞ്ഞിന്റെ പേരിലാണ്. ആ മോന്റെ മക്കളെ 2 പേരുടെ പേരിലാണ് വീട് കൊടുത്തിരിക്കുന്നത് തന്നെ. ആ ചെറുക്കൻ എന്ന് പറഞ്ഞു, ആ ശ്രുതിയുടെ മോൻ പറയുന്നു അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന്. എന്നിട്ട് ആ ശ്രുതി ഒരു ഇന്റർവ്യൂ നടത്തിയ ഒരു കുട്ടിയോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഒരു അമ്മയെക്കുറിച്ച്. നിങ്ങൾ വിചാരിക്കുന്നത് പെറ്റാൽ മാത്രം അമ്മയാവുള്ളൂ എന്ന്. അല്ല, നമ്മൾ മനസ്സുകൊണ്ടൊരാളിനെ അമ്മ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ആ അമ്മ തന്നെയാണ്. ചിലര് പെറ്റെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആവാത്തവരുമുണ്ട്. കാരണം അമ്മ കളഞ്ഞിട്ട് പോകുന്നു, ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകും. അതുപോലെയായിരുന്നു ഈ പയ്യനെയും പെറ്റിട്ട് അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു അമ്മയെ കിട്ടിയപ്പോഴും, കൊച്ചിലെ തന്നെ കിട്ടിയതല്ല, അപ്പൊ അതിനൊരു അമ്മയെ കിട്ടിയപ്പോഴും അതിന്റെ ഒരു സന്തോഷം അത് പങ്കുവയ്ക്കുന്നു. ആരുമില്ലാതെ ഇരിക്കുന്നവർക്ക് ആരെങ്കിലും ഒരാൾ തുണ ഉണ്ടാവുമ്പോഴേ അതിനൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും കൂടി ആ കുട്ടി, എനിക്ക് തോന്നണ രേണു എന്ന് പറയുന്ന എന്താ കാണിക്കണേന്ന് എനിക്കില്ല. പിന്നെ അഭിനയത്തിൽ ആ എന്നൊക്കെ കാണിക്കണ അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇതിടയ്ക്ക് റോഡിൽ വെച്ചെന്തോ എടുത്തെന്നും പറഞ്ഞു. റോഡിൽ ഇതിനെക്കാലം എന്തുമാത്രം റോഡ് ബ്ലോക്കുകൾ നടത്തുന്നു, സമരങ്ങൾ നടത്തുന്നിടത്ത്. പിന്നെ അതുപോലെ തന്നെ വെറുതെ ഒരു വണ്ടി കൊണ്ടിട്ട് തടഞ്ഞ് ഇത് ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ എത്രയോ ചെയ്യുന്നു. ഇത് ഒരു മിനിറ്റോ ഒരു സെക്കൻഡ് അങ്ങോട്ട് എടുത്ത ഒരു ക്ലിപ്പാണ്, ഒരു ചെറിയ ക്ലിപ്പ്. അതിനെ എടുത്തൊക്കെ നിങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടാക്കെ ഇങ്ങോട്ടാക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ തിരക്ക് പിടിച്ച റോഡുകളിലൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ചില രംഗങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. തിരക്ക് പിടിച്ച റോഡുകളിലൊക്കെ എടുക്കും. അതൊക്കെ ഒരു ഇതിന്റെയൊക്കെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഇതിന്റെ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗം. അതിനൊന്നും അവിടെ ആരും ഒരു ഇതും പറഞ്ഞില്ല. എന്നിട്ടും അവര് പറഞ്ഞു ബൈക്കിൽ പോകുന്ന ആൾക്കാര് അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് വരെ നിങ്ങൾ വിട്ടില്ല. നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഇട്ട് ഇത് കൊണ്ട്. പിന്നെ ഇന്ന് ആ പയ്യനെ വിട്ട് ഒരു ഇന്റർവ്യൂവില് മോശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സഹോദരിയോട് പറയണം, സഹോദരി അതൊരു കൊച്ചു പയ്യനല്ലേ, ആരെങ്കിലും അങ്ങനെ പറയുമോ അമ്മയെ കുറിച്ചൊക്കെ? ഇനിയെങ്കിലും ചിന്തിക്കുക. ഇച്ചിരിയൊക്കെ മൂളയൊക്കെ വേണം കേട്ടോ. എല്ലാം നമ്മള് ഇതൊക്കില്ല. നമ്മളിപ്പോ ഒറ്റയ്ക്കാണ് ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ല. അമ്മയും ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തന്നെ ഒരു തെറ്റായ പ്രവണത തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലൈവിന്റെ കാര്യം പറയണം. പിന്നെ കൊച്ച് ഇരുന്നെന്ന്, പിന്നെ ആ കൊച്ചിനെ എടുത്ത് കളയാൻ പറ്റുമോ? വേറെ ആരും നോക്കാമില്ല, ഒരു വീട്ടിൽ ഒരാളിനെ നോക്കാനില്ല, കൊച്ചിനെ നോക്കാനില്ല. പുള്ളിക്കാരിക്ക് ഒരു ലൈവൊക്കെ ഇടണം. അതിന് കൊച്ചിനെ എടുത്ത് കളയാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കുക. കൊച്ചവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു എന്ന് പറയുന്നത് കൊച്ചിന്. പിന്നെ ഈ അവര് വന്ന് മോശം പറയുമ്പോൾ അവര് വിചാരിക്കുന്നുണ്ടോ എന്നെ മോശം പറയാം ഈ ലൈവ് ഇടുമ്പോൾ? വിചാരിക്കുന്നില്ലല്ലോ. അതിൽ എത്ര പേരാ വന്ന് മോശം പറഞ്ഞു? 2-3 പേരാ കള്ള ഐഡിയയിൽ വന്നെന്ന് പറയുക.
കള്ള ഐഡിയയിൽ നിന്ന് അപ്പൊ ഈ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും എനിക്ക് അറിയാം അവരുടെയൊക്കെ ലൈവുകളിൽ ഇതേപോലെ മോശം എഴുതുമ്പോൾ അവരും തിരിച്ചു തെറി തന്നെ പറയുന്നത്. അവര് അയ്യോ മോനെ നീ സുഖാണോ എന്നൊക്കെ പറഞ്ഞു. എന്റെ അടുത്ത് വന്ന് മോശം എഴുതുമ്പോൾ ഞാനും പറയും. അത് സ്വാഭാവികമാണ്. ലൈവ് നടത്തുമ്പോഴും മോശം പറയുന്നത് വന്ന് മോശം പറയുമ്പോൾ, കാരണം ഒരുപാട് പേര് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അവിടെ വന്ന് മോശം എഴുതുമ്പോൾ നമ്മളും അതേപോലെ തിരിച്ച് പ്രതികരിക്കും. അത് സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്നത്. അതുപോലെയുള്ള പ്രതികരണം ആണ് ഇപ്പൊ ഈ വീഡിയോസ് ചെയ്യുന്നവർക്കറിയാം, ലൈവ് നടത്തുന്നവർക്കറിയാം എന്തുമാത്രം ബേഡ് കമന്റുകളാണ് വന്ന് ഓരോരുത്തരെ എഴുതി വെക്കുന്ന. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് സഹോദരിമാരെ ലൈവ് നടത്തുന്ന സ്ഥലത്ത് എനിക്കറിയാം എന്നുള്ളതാണ്. മോശമായിട്ട് ഒരുപാട് പേര് വന്ന് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അത് ഈ കള്ള ഐഡിയകളിലൊക്കെ വന്നാണ് എഴുതുന്നത്. സ്വന്തം ഐഡിയയിൽ വന്ന് എഴുതാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത കുറെ എണ്ണം ഇങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ കിടക്കുന്ന ഇങ്ങനെയുള്ളവരെയൊക്കെ ശരിക്കും എന്താ പറയാണെന്നറിയില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരാളിനെ ജീവിക്കാനേ കഴിയൂ. ആ കുട്ടി എങ്ങനെയോ ജീവിച്ചോട്ട് പോട്ടെ, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ മതിയല്ലോ. അതിനെ നിങ്ങൾ ഇതിനെ പ്രശസ്തയാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ നെഗറ്റീവ്സുകൾ ഇങ്ങനെ പറയും തോറും അത് വളർന്നുകൊണ്ടേയിരിക്കുള്ളൂ, ഒരിക്കലും അത് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് നല്ലൊരു ശരിക്കും ചില പേര് പറയണത് ഇതിനെന്തിന് അഭിനയിക്കാൻ അറിയാം, അത് മറ്റൊരു അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു അഭിനയം തന്നെ. എല്ലാവരും ഇത് വയറ്റിൽ നിന്നൊന്നുമല്ല പഠിച്ചുകൊണ്ട് വരണേ. നാടകത്തിൽ അഭിനയിക്കുന്ന കുട്ടിയല്ലേ. നാടകത്തിൽ അഭിനയിക്കുന്ന കുട്ടി എങ്ങനെയായിരുന്നാലും ശരി തന്നെ ഒരുപാട് ആ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നാടകത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റത്തില്ല. ഒന്ന് ചിന്തിക്കുക, വിടുക അതിനെയൊക്കെ. ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെയുള്ള പാവങ്ങളെ വിട്ടിട്ട് നല്ല നല്ല കാശുകാരെയൊക്കെ വെച്ച് പിടിയി. കാശുകാരൊക്കെ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. ഇതിനെയൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അത് ഒരിടത്തും ചെന്ന് മോട്ടിക്കാനോ പിടിക്കാനോ പോകുന്നില്ല. വിട്ടുകളയും. നിങ്ങൾ ഈ ചെയ്യുന്നവരൊക്കെ വിട്ടുകളയും. പാവങ്ങൾ ജീവിച്ചോട്ടെ. ജീവിക്കുന്നവരെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരാൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ്, ഭർത്താവ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ ജീവിക്കണ്ടേ? അത് ചെറുപ്പമാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അത് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ശ്രുതി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രുതി ഓരോ കാര്യങ്ങളും പറയുന്നതായിട്ട്. എന്നിട്ട് സ്റ്റാർ മാജിക്കിലുള്ള ഓരോരുത്തരും അതിനെ ശ്രുതിയെ സഹായിച്ച കഥകളൊക്കെ അന്ന് ശ്രുതി തന്നെ ഈ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ഈ സ്റ്റാർ മാജിക്ക് പറയുന്നുണ്ടായിരുന്നു, ഇവരെ നിന്ന് ഞാൻ ഇത്തിരി പൈസ വാങ്ങിച്ചു, അവരെന്നെ സഹായിച്ചു, ഇവരെന്നെ സഹായിച്ചു എന്ന്. വളരെ ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെ തന്നെയായിരുന്നു അവര് വളർന്ന് ചെയ്ത് ശരിക്കും അങ്ങ് അവരുടെ ജീവിതകഥ കടന്നുപോയത്. ഒരു ദിവസം പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പട്ടിണിയായിരുന്നു. ആരെങ്കിലും വല്ലതും കൊടുത്തോ? ഈ ഫാൻസുകാരെങ്കിലും വല്ലതും കൊടുത്തോ? ആരും ഒന്നും കൊടുത്തില്ലല്ലോ. ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയുള്ളവർ ഇതേപോലെ എത്രയോ കലാകാരന്മാരുണ്ടെന്നറിയാമോ? കാരണം ഒരുപാട് സിനിമകളിലായിരുന്നാലും അവർക്ക് തുച്ഛമായ, ഈ വലിയ വലിയ നടന്മാർക്കൊക്കെ പൈസ കിട്ടും, ഈ ചെറിയ തുച്ഛമായ പാവങ്ങൾക്ക് കിട്ടില്ല ഒന്നും. അവർക്ക് തുച്ഛമായ 1000-2000 ഒക്കെയാണ് ഒരു ദിവസത്തെ വരുമാനം കിട്ടുക. അത് ചിലപ്പോൾ ഒരു മാസത്തിൽ 2-3 സിനിമകളിൽ പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുന്നത്. 1000 രൂപ 1500 രൂപ വെച്ചൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ 1000 രൂപയൊക്കെ ആയിരിക്കും ഒരു സീനിലൊക്കെ അഭിനയിക്കാൻ. അത് ചിലപ്പം ഒരു മാസത്തിൽ 2-3 സീനായിരിക്കും കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, അവർക്ക് മരുന്ന് വാങ്ങിക്കാനോ ഉള്ള പൈസ കിട്ടുമോ? കിട്ടില്ല. നമ്മളെ കൊണ്ട് കഴിയുമോ സഹായിക്കാൻ? പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ അപഖ്യാതികൾ പറയാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല എന്തുമാത്രം കണ്ടന്റുകൾ വേറെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെയൊക്കെ ചെന്ന് നിങ്ങൾ എടുക്കൂ. ഇത് കാശുകാരെയൊക്കെ എന്തുമാത്രം കാശുകാരുണ്ട്, അവരുടെയൊക്കെ പുന്നാമ്പറങ്ങളിലേക്ക് പോകൂ. പാവങ്ങളെ വിടൂ. അവർ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവര് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ അവരെ ഒന്നും പറയാതിരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ജീവിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി അവരൊരു സ്ഥലത്ത് ഒരാളിന്റെ കൂടെ ഉറങ്ങാൻ പോയില്ല, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തില്ല. ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. അവര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാരൂപം, അഭിനയമാണ്. അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, അവരുടെ ഫാമിലിക്ക് കുഴപ്പമില്ല, പിന്നെ നമുക്കെന്താ കുഴപ്പം? ഇതിനേക്കാൾ എന്ത് വികൃതമായിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നതെന്നറിയാമോ? എന്ത് വികൃതമായിട്ട്
ഒരു വലിയ വലിയ നടിമാരികളൊക്കെ ചെയ്ത് കൂട്ടണം. എന്തെല്ലാം വികൃതമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവരെ ആരെയും നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഈ പാവങ്ങളെ മാത്രം ഇപ്പോഴും പറയും. കാരണം തിരിച്ചൊന്നും പറയില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ആ കുട്ടി കൊണ്ടുവന്ന് കേസ് കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാം അതോടെ മൗനം പാലിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു അതാണ്. എന്തിനാ വെറുതെ വിടും ഹേറ്റേഴ്സുകൾ. കാരണം ലൈവ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ഇടുമ്പോൾ ലൈവിൽ വന്ന് തെറി പറയുമ്പോൾ അവർ തെറി തിരിച്ചു പറഞ്ഞാണ്. അത് സ്വാഭാവികം. നിങ്ങൾ ലൈവ് ഇടുമ്പോൾ നിങ്ങളെ വന്ന് തെറി പറയുമ്പോൾ നിങ്ങളും തിരിച്ചു പറയും. അത് ഉറപ്പാണ്. അതിന് യാതൊരു ഇതും വേണ്ട. ഞാൻ പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നല്ല ആൾക്കാർ. ഞാനും പറയും. എന്നെ വന്ന് ആരെങ്കിലും വന്ന് മോശമായിട്ട് പറയുമ്പോൾ ഞാനും പറയും. അത് ഉറപ്പാണ്. അതിന് സ്വാഭാവികമായിട്ട് അപ്പോഴങ്ങ് നമുക്ക് ആ വരുന്ന ദേഷ്യത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകണം. അപ്പോൾ ഈ സമൂഹ മാധ്യമമാണോ അന്നൊന്നും നമ്മൾ നോക്കാറില്ല. അങ്ങനെ നോക്കാൻ പറ്റില്ല ശരിക്കും. അപ്പോൾ നമ്മൾ നോക്കാതെ അങ്ങ് പറഞ്ഞു പോകും. കാരണം നമ്മൾ അത്രയ്ക്ക് മെന്റലി ഇതായിപ്പോവും. ആ സമയത്തായിരിക്കും പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഒരാളിനെ എത്രമാത്രം നിങ്ങൾ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് പറയുന്ന അതൊരു നല്ല കലാകാരിയാണ്, വളർന്നു വരട്ടെ, നമ്മൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് പ്രോത്സാഹനം കൊടുക്കൂ, അതെങ്കിലും ചെയ്യും. അല്ലാതെ അതിനെ നിങ്ങൾ പ്രോത്സാഹിക്കുകയും വേണ്ട, അതിനെ വിടൂ, വെറുതെ വിടൂ എന്നേ എനിക്ക് പറയണം. അപ്പോൾ ഓക്കെ.